സിബി ഇപ്പോൾ അജയ് മാക്കൻ വാർത്താ സമ്മേളനത്തിലൂടെയാണ് ഇത്തരത്തിൽ അക്കൗണ്ട് മരവിപ്പിച്ച കാര്യം പറഞ്ഞത്. എന്ത് സാഹചര്യത്തിലാണ് അക്കൗണ്ട് മരവിപ്പിച്ചത് എന്നത് സംബന്ധിച്ച വിവരങ്ങൾ കോൺഗ്രസിന് ഈ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ടോ? അത് സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അജയ് മാക്കൻ ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു? സിജു, ഇപ്പോൾ AICC ട്രഷറർ കൂടിയായ അജയ് മാക്കനാണ് ഈ കാര്യം വ്യക്തമാക്കിയത്. അതായത് ഏത് സാഹചര്യത്തിലാണ് ഈ ഒരു അക്കൗണ്ടുകൾ മരവിപ്പിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. കാരണം അതേക്കുറിച്ച് യാതൊരുവിധ സൂചനയോ വിവരമോ കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ബാങ്കുകളിൽ ചെക്കുകൾ നൽകിയപ്പോൾ ആ ചെക്കുകൾ ഒന്നിനെയും വാങ്ങാൻ ബാങ്കുകൾ തയ്യാറാകുന്നില്ല, ചെക്ക് ക്യാഷായി മാറുന്നില്ല. ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കോൺഗ്രസിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു എന്ന് തങ്ങൾ അറിയുന്നത്. ഇന്നലെ രാത്രി മാത്രമാണ് ഈ ഒരു വിവരം ലഭിക്കുന്നതെന്നും അജയ് മാക്കൻ പറയുന്നു. മാത്രമല്ല, യൂത്ത് കോൺഗ്രസിൻ്റെ ബാങ്ക് അക്കൗണ്ടും മരവിപ്പിച്ചിരിക്കുകയാണ്. അതായത് കോൺഗ്രസിൻ്റെ മുഴുവൻ സാമ്പത്തിക സ്രോതസ്സും കേന്ദ്ര സർക്കാർ മരവിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വക്താവ് കൂടിയായ അജയ് മാക്കൻ വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് ഗുരുതരമായ ആരോപണം അല്ലെങ്കിൽ ഈ ഒരു കാര്യം അറിയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സാമ്പത്തികമായി ഇത്തരത്തിൽ ഈ ഒരു ബാങ്ക് അക്കൗണ്ടുകളിനെ മരവിപ്പിക്കുന്നത് തീർത്തും ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന നടപടിയാണെന്നും അദ്ദേഹം പറയുകയും ചെയ്തു. മാത്രമല്ല, 210 കോടി രൂപ ആദായ നികുതി അടയ്ക്കണമെന്ന നിർദ്ദേശം കൂടി ലഭിച്ചതായി ഇപ്പോൾ അജയ് മാക്കൻ വാർത്താ സമ്മേളനത്തിൽ പറയുന്നു. തങ്ങൾ ഇത്തരത്തിൽ ക്രൗഡ് ഫണ്ടിങ് വഴിയാണ് തങ്ങൾ ഈ കഴിഞ്ഞ 138 വർഷത്തെ കോൺഗ്രസിൻ്റെ ഒരു ചരിത്രം വെച്ചുകൊണ്ട് 138 രൂപയുടെ ഒരു ഗുണിതങ്ങൾ എന്ന രീതിയിൽ ഒരു ക്രൗഡ് ഫണ്ടിങ് നടത്തിയാണ് ഈ ഒരു പണം സമാഹരിച്ചത്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടല്ല തന്നെയും ഈ ഒരു പണം സമാഹരിച്ചിരുന്നു. പക്ഷേ ഈ പണം ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും എടുക്കാൻ കഴിയുന്നില്ല. ചെക്കുകൾ വയ്ക്കുമ്പോൾ എല്ലാം തന്നെ മടങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെയും ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരിക്കുന്നു. പ്രത്യേകമായ ഒരു കാരണമൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നിരവധി അക്കൗണ്ടുകളുണ്ട്. ഇപ്പോൾ ഈ ക്രൗഡ് ഫണ്ടിങ്ങിനായി വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയ അക്കൗണ്ടാണോ അതോ AICCയുടെ പ്രൈമറി അക്കൗണ്ടാണോ ഇത്തരത്തിൽ മരവിപ്പിച്ചിരിക്കുന്നത്? അത് സംബന്ധിച്ച് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. മാത്രമല്ല, ചെക്കുകൾ അടക്കം സ്വീകരിക്കുന്നില്ല എന്നാണ് അജയ് മാക്കൻ പറയുകയും ചെയ്തത്. അപ്പോൾ തൊട്ടടുത്ത ദിവസങ്ങളിലാണോ കുറച്ച് നാളുകളായി ഇത്തരത്തിൽ ചെക്കുകൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളത് എങ്ങനെയാണ് AICCക്ക് ഇക്കാര്യം ബോധ്യപ്പെട്ടത്? ഇപ്പോൾ അജയ് മാക്കൻ വ്യക്തമാക്കുന്നത് ഇന്നലെ രാത്രി മാത്രമാണ് ഈ ഒരു വിവരം അറിഞ്ഞത് എന്നുള്ളതാണ്. അത് കോൺഗ്രസിൻ്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെയും അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരിക്കുന്നു. സ്വാഭാവികമായും അത് പാർട്ടിയുടെ ഔദ്യോഗികമായ അക്കൗണ്ട് തന്നെയാണ്. ഈ ക്രൗഡ് ഫണ്ടിങ്ങോടെ നടത്തുന്ന പണമെല്ലാം തന്നെയും സ്വരൂപിക്കുന്ന അക്കൗണ്ട് തന്നെയാണ് മരവിപ്പിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു. അതുമൂലം ഇവിടെ ഇനി ന്യായ് യാത്രയ്ക്കോ അല്ലെങ്കിൽ മറ്റുള്ള ജീവനക്കാർക്ക് പോലും പണം നൽകാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നതെന്നും